എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അതായത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നേരത്തെ ചെയ്തു വെച്ചാൽ ഒരുപാട് കാലങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇപ്പം നോമ്പ് കാലഘട്ടങ്ങളൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അതിന് മുമ്പേ കുറച്ച് ജോലികളൊക്കെ ചെയ്ത് തീർത്ത് വെച്ചാൽ വളരെ നല്ലത് തന്നെയാണ്. ഞാനിന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഒരുപാട് നാളെ എങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും പൊടികളാക്കി എടുക്കാതെ നമുക്ക് അരച്ച് തന്നെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് കുറച്ച് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒക്കെ പൊളിച്ച് ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വയ്ക്കുക. ഓരോ ദിവസങ്ങളായിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് എളുപ്പം കാര്യങ്ങൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വെളുത്തുള്ളി തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഒട്ടും വെളുത്തുള്ളിയുടെ ആ ഒരു കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് മിക്സി ജാറിൽ നന്നായിട്ട് കഴുകണേ, ഇല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ മണം വരും. കഴുകി കഴിഞ്ഞ ശേഷം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെളുത്തുള്ളി അരച്ചെടുത്ത പോലെ തന്നെ നല്ല മയത്തിൽ തന്നെ ഇഞ്ചിയും അരച്ചെടുക്കുക. ഞാനിപ്പോൾ രണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഒരു ഐസ് ട്രേ ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ ശരിക്കും ഇതിനകത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അളവറിയാൻ പറ്റുന്നതെന്ന്. അതിനായിട്ട് 1 ടീസ്പൂണിൻ്റെ സ്പൂൺ എടുക്കുക. എന്നിട്ട് അതിൽ ഓരോ സ്പൂൺ വെച്ച് നമുക്ക് ഈ ഓരോ ട്രേക്കകത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. കാരണം എപ്പോഴും നമ്മൾ ചെറിയ കറികളൊക്കെ വെക്കുവാണെങ്കിലും 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി 1 ടീസ്പൂൺ, ഇങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പം നമുക്ക് ഈ ചെറിയ അളവ് തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് എടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അളവറിഞ്ഞ് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പം ഇഞ്ചി എല്ലാം ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ ടീസ്പൂൺ മാത്രമാണ് ഓരോന്നിലും വെച്ച് കൊടുക്കുന്നത്. ആ ട്രേ അത്രയും തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ട്രേ എടുത്തു. അതിൽ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും ഈ 1 ടീസ്പൂൺ അളവ് തന്നെയാണ് ഞാൻ വെക്കുന്നത്. അത്രയും മാത്രമേ ഓരോന്നിലും വെച്ച് കൊടുക്കുന്നുള്ളൂ. ഒട്ടും അളവ് കൂട്ടുന്നില്ലേ. 1 ടീസ്പൂണിൻ്റെ സ്പൂൺ തന്നെ എടുത്ത് വെളുത്തുള്ളിയും അതുപോലെ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് ഒരു 2-3 മണിക്കൂർ ഫ്രീസറിലേക്ക് വെച്ചിരിക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ട്രേ നമുക്ക് ഫ്രീസറിൽ വെച്ചിരിക്കാം. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മാത്രം മതി കേട്ടോ. ഇപ്പം കണ്ടോ ഐസ് ക്യൂബായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒന്ന് റെഡിയായി കിട്ടാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 1/2 മണിക്കൂറുടെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. നോക്കണം നല്ല കട്ടിയായിട്ട് തന്നെ ഇരിപ്പുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ 1 മണിക്കൂർ നേരമോ അല്ലെങ്കിൽ 1/2 മണിക്കൂർ നേരമോ വീണ്ടും അത് ഒന്നുകൂടെ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. ഇപ്പം കണ്ടല്ലോ നല്ലതായിട്ട് നമുക്ക് ഐസ് ക്യൂബായിട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എപ്പം കറികൾ വെച്ചാലും ഇതിനകത്ത് 1 ക്യൂബ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇഞ്ചിയും വെളുത്തുള്ളി ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുക്കാൻ പറയുമ്പോൾ ഈ ഒരു രീതിക്ക് മാത്രം എടുത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഇനി 1 ടേബിൾ സ്പൂൺ ആണെങ്കിൽ അതിന് മാത്രം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചത് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 3 ഐസ് ക്യൂബ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. അന്നേരം നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഓരോ കറികൾക്കും വേണ്ടുന്ന അളവ് നമുക്ക് എടുക്കാൻ പറ്റും. എത്ര നാൾ വേണമെങ്കിലും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നാളുകൾ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഞാൻ ഈ ഐസ് ക്യൂബെല്ലാം എടുത്ത് ഒരു ബോട്ടിലേക്ക് ഇട്ട് അടച്ച് ഫ്രീസറിൽ തന്നെയാണ് വെക്കുന്നത്. അല്ലെങ്കിൽ സിപ്ലോ കവർ ഉണ്ടെങ്കിൽ അതിനകത്തിട്ടായാലും നമുക്ക് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം. ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.